ഹരേ കൃഷ്ണ. അംഗദൻ്റെ വിലാപം എന്ന കഥയാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഹനുമാനും കൂട്ടരും സ്വയംപ്രഭയെ കണ്ടുമുട്ടി സ്വയംപ്രഭയ്ക്ക് മോക്ഷം കൊടുത്തു. എന്നിട്ട് ബാക്കി ഭാഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആഞ്ജനേയൻ്റെ ആശ്വാസവചനങ്ങളൊന്നും അവർക്ക് സമാധാനം നൽകിയില്ല. അപ്പോഴേക്കും ബാലിപുത്രനായ അംഗദനും അവിടെ എത്തിച്ചേർന്നു. പ്രഭു, സുഗ്രീവ മഹാരാജാവ് സീത അന്വേഷണത്തിന് അനുവദിച്ചിരുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി മഹാരാജാവിനോട് എന്താണ് ചെന്ന് പറയുക? സുഗ്രീവ മഹാരാജാവിൻ്റെ ശത്രുവായിരുന്നല്ലോ എൻ്റെ പിതാവ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ശ്രമകരമായ ജോലി എന്നെ തന്നെ ഏൽപ്പിച്ചത്. എങ്ങനെയെങ്കിലും എന്നെ നിഗ്രഹിച്ചാൽ കിഷ്കിന്ധയുടെ അനന്തരാവകാശിക്ക് ഞാൻ അർഹനല്ലാതായി തീരുമല്ലോ എന്ന് കരുതിയിരിക്കാം. സുഗ്രീവനെക്കുറിച്ചുള്ള അംഗദൻ്റെ തെറ്റിദ്ധാരണ മനസ്സിലാക്കിയ ഹനുമാന് അംഗദനോട് ദേഷ്യം തോന്നിയെങ്കിലും അദ്ദേഹം മനസംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞു, അംഗദ, നിന്റെ ധാരണ അസ്ഥാനത്താണ്. നീ താരാദേവിയുടെ പുത്രനാണെങ്കിലും സ്വന്തം മകനെ പോലെയാണ് സുഗ്രീവൻ നിന്നെ കരുതുന്നത്. അദ്ദേഹത്തിന് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. ഓഹോ, അതെല്ലാം അങ്ങയുടെ തോന്നലാണ്. ശ്രീരാമനെ ഭയന്ന് എന്നോട് സ്നേഹം നടിക്കുകയാണ്. സുഗ്രീവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. എന്നെ വധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ജോലി. അദ്ദേഹത്തിൻ്റെ ആജ്ഞ ലംഘിച്ചാൽ മരണം ഉറപ്പാണ്. അംഗദ, ഇത്ര ബാലിശ്യമായി ചിന്തിക്കരുത്. ശ്രീരാമസ്വാമി ആരെയും വധിക്കാൻ അനുവദിക്കുകയില്ല. പോരെങ്കിൽ സുഗ്രീവന് പുത്രഭാഗ്യവുമില്ല. അതിനാൽ അദ്ദേഹത്തിന് നിന്നെ എത്ര പ്രിയമാണെന്ന് നിനക്കറിയില്ല. മറിച്ച് ചിന്തിക്കുന്നത് തന്നെ മൂഢത്വമാണ്. പക്ഷേ ആഞ്ജനേയൻ്റെ ഉപദേശങ്ങളൊന്നും അംഗദന് ആശ്വാസം നൽകിയില്ല. കൽപ്പന ലംഘിച്ച് മടങ്ങിച്ചെന്നാൽ സുഗ്രീവൻ തന്നെ വധിക്കുമെന്ന് തന്നെ അംഗദൻ വിശ്വസിച്ചു. സീത അന്വേഷണം തുടരാമെന്ന് വെച്ചാൽ വിശാലമായ ദക്ഷിണ ലവണ മഹാസാഗരം കണ്ണെത്താത്ത ദൂരം വരെ പരന്നു കിടക്കുന്നു. സുഗ്രീവൻ്റെ കൈകൊണ്ട് മരണം വരിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം പ്രാണൻ വെടിയുകയാണ്. അംഗദൻ തീരുമാനിച്ചു. തന്നെ അനുഗമിച്ച വാനരന്മാരോട് കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോകാൻ അംഗദൻ ആജ്ഞാപിച്ചു. എന്നാൽ അംഗദകുമാരനെ ഒറ്റയ്ക്കാക്കി മടങ്ങിപ്പോകാൻ അവരാരും തയ്യാറായില്ല. വാനരന്മാർ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് കിടന്നു. അതറിഞ്ഞ് ആഞ്ജനേയന് കോപം തോന്നിയെങ്കിലും സമചിത്തത പാലിച്ചുകൊണ്ട് ഏകാന്തമായൊരു സ്ഥാനത്ത് ചെന്നിരുന്നു ശ്രീരാമദേവനെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. രാമരാമ, ശ്രീരാമരാമ എന്ന് ഭക്തി പുരസ്സരം ഭജിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. ഹരേ കൃഷ്ണ. ഈ കഥ ഇവിടെ പൂർണ്ണമാകും.